നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇത് മരുന്ന് കഴിച്ചതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്നതാ. പെട്ടെന്ന് എഴുന്നേക്കുണ്ടോ? എന്റെ കിങ്ങിയെ നന്നായിട്ട് നോക്കണം. നോക്കിക്കോളാം. സാർ ഇങ്ങനെയായ മോള് വിഷമിക്കില്ലേ? ധൈര്യായിട്ടിരിക്കേ. മാഡത്തിന് പേടിക്കാൻ മാത്രം ഒന്നുമില്ല. എന്റെ പേര് രാജി. ഗംഗാ മാഡത്തിനെ നോക്കാനുള്ള ചുമതല എനിക്കാണ്. ശരി. എഴുന്നേക്ക് ഗംഗേ, എന്നോട് മിണ്ട്. ഗംഗ മിണ്ടാത്തത് മാളുവിന് സങ്കടാ. എന്നെ വിഷമിപ്പിക്കില്ലെന്നല്ലേ ഗംഗ പറഞ്ഞത്? പിന്നെന്താ മിണ്ടാത്തത്? ഗംഗേ, എന്റെ ഗംഗയ്ക്ക് കണ്ണുറക്കാൻ പറ്റുന്നില്ല. സാരമില്ല മോളെ, അതൊക്കെ മാറി ഗംഗ മോളോട് സംസാരിക്കും. ഏസാന്റി പറഞ്ഞു കേട്ടില്ലേ? അതെ മോളെ, മോള് നല്ലോണം പ്രാർത്ഥിക്ക്. അസുഖമൊക്കെ വേഗം മാറും. ശരിയാ. ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ച ഗംഗയുടെ അസുഖം മാറും. നമുക്ക് അമ്പലത്തിൽ പോവാം. അതെങ്ങനെ മോളെ? ഗംഗ ഇവിടെ തനിച്ചല്ലേ, പിന്നെ എങ്ങനെ നമ്മൾ പുറത്തു പോകുന്നത്? സാറും മോളും പൊക്കോളൂ. മേഡത്തിനെ ഞാൻ നോക്കിക്കോളാം. ഏയ് സാരമില്ല, ഗംഗയെ തനിച്ചാക്കി പോയാൽ ശരിയാവില്ല. അച്ഛൻ നമുക്ക് പോണം. ശ്രീ മഹേഷിനോട് പ്രാർത്ഥിച്ച അസുഖം മാറും. ഗംഗ അങ്ങനെയാ പറഞ്ഞത്. ശരി, അച്ഛൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. അവിടെ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പോവാം. വേഗം വിളിക്കേ. മഹിയാണല്ലോ വിളിക്കുന്നേ. ആ ഗംഗ മരിച്ചു എന്ന് പറയാൻ വിളിക്കുന്നതായ മതിയായിരുന്നു. ഹലോ മോനെ. ആ അമ്മേ. ഗംഗയ്ക്ക് എങ്ങനെയുണ്ട് മഹി? അവള് കണ്ണു തുറന്ന് സംസാരിച്ചോ? ഇല്ലമ്മേ, ഒരു മാറ്റവുമില്ല. ശോ, എന്തൊരു കഷ്ടകാല മോനെ ഇത്. പാവം ഗംഗ. ഞാൻ അവൾക്ക് വേണ്ടി നേർച്ച ചേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അമ്മയ്ക്കൊന്നും ഇവിടെ വരെ വരാൻ പറ്റുമോ? എനിക്കും മാളിനോടൊന്ന് ക്ഷേത്രത്തിൽ പോണായിരുന്നു. അയ്യോ മോനെ, അമ്മയ്ക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിൽ കിടന്നേ പിന്നെ പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല. അതിന്റെ കൂടെ ഗംഗയുടെ കാര്യം കൂടി അറിഞ്ഞതു മുതൽ ശരീരം തളരുന്നത് പോലെ. ഈ അവസ്ഥയിൽ ഞാൻ വന്നാൽ എന്നെ കൂടി അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നേ. എങ്കിൽ അമ്മ വരണ്ട, റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാ. പിന്നെ ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രത്യേകം പോകേണ്ട കാര്യമൊന്നുമില്ല. അത് അമ്മ ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശരി അമ്മ. മഹി, നിങ്ങൾ വന്നോ? ഗംഗയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? പേടിക്കാനായിട്ടൊന്നുമില്ല. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഗംഗ കണ്ണു തുറന്നു. ആണോ? ഇപ്പോഴാ ജീവൻ നേരെ വീണത്. ഗംഗമോളുടെ അവസ്ഥ എന്താവെന്ന് കരുതി തീ തിന്നിരിക്കുവായിരുന്നു ഇതുവരെ. അതെ അതെ,
ഇത്രയും നേരം നാത്തും പൂജാമുറി തന്നെയായിരുന്നു. വയ്യാതിരുന്നിട്ട് പോലും ആന്റി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അമ്മ കൂടി ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്ന എങ്ങനെയാ? അതുകൊണ്ട് ഗംഗയുടെ അസുഖം മാറുമോ? അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എന്റെ മനസ്സനുവദിക്കണ്ടേ? തീരെ വയ്യാതെ പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. അമ്മ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവിടെ ഞാൻ മതി. പിന്നെ എല്ലാത്തിനും ഹെൽപ്പായിട്ട് ഡോക്ടേഴ്സും നഴ്സുമാരും ഉണ്ടല്ലോ. നമുക്ക് ഡ്രസ് എടുത്തിട്ട് വേഗം പോവാ അച്ഛാ. നമ്മളെ കണ്ടില്ലെങ്കിൽ ഗംഗ വിഷമിക്കും. മാളു ഇനി ഹോസ്പിറ്റലിലേക്ക് പോണോ? അവൾ ഇവിടെ നിന്നാ പോരെ? അതെ മഹേട്ടാ, മാളുനെ ഞാൻ നോക്കിക്കോളാം. മാള് ഇവിടെ നിക്കട്ടെ. വേണ്ട അച്ഛാ, ഞാനും വരും. എനിക്ക് ഗംഗയുടെ അടുത്ത് നിന്നാ മതി. അവൾ എൻ്റെ കൂടെ പോന്നോട്ടെ, ഗംഗയ്ക്കും അതാവും സന്തോഷം. എങ്കിൽ പിന്നെ മോളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ല മഹി, ഗംഗയുടെ അസുഖം പൂർണ്ണമായിട്ടും മാറിയോ? മാറി. ഇപ്പോ അത്രയും തണുപ്പിനകത്ത് കിടന്നതിന്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ. ഭാഗ്യം. ഇവിടെ ഉള്ളപ്പോ ഗംഗയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവൾക്കൊരു ആപത്ത് വന്നപ്പോഴാ അവളോടുള്ള സ്നേഹം എനിക്ക് ശരിക്കും മനസ്സിലായത്. അതെ അതെ, എന്തൊക്കെ പറഞ്ഞാലും ഗംഗ ഇപ്പോ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ. ആരും ഇനി വിഷമിക്കണ്ട, ഗംഗ ഇപ്പൊ പൂർണ്ണ ആരോഗ്യവതിയാ. മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ ആഹാരം എടുത്തു വയ്ക്കാം. വേണ്ടമ്മേ, ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങും. വേഗം വാ അച്ഛാ. ശരി, പോവാം. ഇത്തവണെങ്കിലും ആ ശല്യം ഒഴിയൊന്ന് കരുതിയതാ. അതെ അതെ, ഹോ, ഒടുക്കത്തെ ആയുസ് അവക്ക്. വെട്ടിയിട്ടാലും മുറി കൂടുന്ന വർഗം. ഇനി നമ്മൾ സൂക്ഷിക്കണം. ആ നാശം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനിയും ഗൗരിയുടെ പുറകെ പോകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ആ ഡയറിയും മൊബൈലും കണ്ടെത്തണം. ആന്റി പറഞ്ഞത് ശരിയാ. അവള് തിരിച്ച് കൈലാസത്തിലെത്തുന്നതിന് മുമ്പ് അവയെല്ലാം നമുക്ക് കണ്ടെത്തി നശിപ്പിക്കണം. ഓ, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ഇനി ആ ജന്തുവിന്റെ ശവം മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചിരുന്നതാ. അല്ല നാത്തൂനെ, ആ ഹോസ്പിറ്റലിൽ ആരെങ്കിലും സ്വാധീനിച്ച വല്ല മരുന്നും മാറ്റിക്കൊടുത്ത് അവളെ കൊല്ലാൻ പറ്റുമോ? ഈ സമയത്ത് എടുത്തു ചാടുന്ന ബുദ്ധിയല്ല. ഇപ്പൊ വേണ്ടത് ക്ഷമയാണ്. എങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. അതെ ആന്റി, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡയറിയും ഫോണും കണ്ടെത്തുന്നതിലാ. അത് കിട്ടിയ ശേഷം മാത്രം മതി ബാക്കി കാര്യങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.